നമസ്തേ, എല്ലാവർക്കും നമസ്തേ. ഇവിടെ നല്ല മഴയാ, കോരിച്ചൊരിയുന്ന മഴ. രജിത്ത്, ദീപ, അഖിൽ, ആദിത്യൻ, ഷിജു, ശ്രീജിത്ത്, സിബി ശശിധരൻ, രംനാഥ്, സുനീഷ്, നമസ്തേ നമസ്തേ, എല്ലാവർക്കും നമസ്തേ. ഉമ്മ ശ്രീജിത്ത ഉമ്മ ഒന്ന് തിരിച്ചു കൊടുത്ത്. ഹായ്, ഹലോ ഹലോ, നമസ്കാരം. വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫണ്ട് ഇന്ന് 38 ലക്ഷം രൂപ കടന്നു. വലിയ കാര്യം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഒരാഴ്ച തികയുന്നു. ഈ കൊറോണ കാലത്തും ഇത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, വന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ചെറിയ തുക, വലിയ തുക ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതിനിടയിൽ രാജാനന്ദിനിയുടെ പേര് ഞാൻ ഒന്ന് പറഞ്ഞു. അത് പറയാൻ കാരണമുണ്ടായിരുന്നു. കാരണം രാജാനന്ദിനിയുടെ ഒരു വാക്കതിലുണ്ട്: അഭിമാനത്തെക്കാളും വലുതല്ല ആഭരണം. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തത്, നന്ദി പറഞ്ഞത്. അഭിമാനത്തെക്കാളും വലുതല്ല ആഭരണം എന്ന് ആ സഹോദരി പറയുകയും സഹോദരിയുടെ ഗോൾഡ് ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപയും തിരികെ ചെയ്തപ്പോൾ അതിന് പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞു. മറ്റൊന്നും കരുതരുത്. അതേപോലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഒരു വൃദ്ധൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, എനിക്കാകെ കൂടി കിട്ടുന്നത് 1300 രൂപയാണ് പെൻഷൻ. ഞാൻ അതിൽ 1000 രൂപ താങ്കൾക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങേക്ക് ആകെ കൂടി കിട്ടുന്നത് 1300 രൂപയല്ലേ, അതിൽ 1000 രൂപ അയക്കേണ്ട കാര്യമില്ല, അത് മറ്റുള്ളവർ തന്നുകൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല സാറേ, എനിക്ക് എൻ്റെ ഒരു കടമയാണത്, അത് ഞാൻ ചെയ്തിരിക്കും, സാറ് അക്കൗണ്ട് അയക്കണം എന്ന് പറഞ്ഞു. കണ്ണൂർക്കാരനാണ്. നാളെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം. എന്തായാലും വളരെ ഏറ്റവും താഴേക്കടയിലെ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ, ഏറ്റവും താഴേക്കടയിൽ ഞാൻ സാമ്പത്തികമായിട്ടാണ് പറഞ്ഞത്, മറ്റ് കാര്യങ്ങളല്ല പറഞ്ഞത്. സാമ്പത്തികമായിട്ട് കേവലം 1300 രൂപ പെൻഷനുള്ള ഒരു വ്യക്തി നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ 1300-ൽ നിന്നും 1000 അയക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് കൂപ്പുകൈ, പാദം തൊട്ടുള്ള നമസ്കാരം എന്ന് എനിക്ക് പറയാൻ കഴിയൂ. അത്തരത്തിൽ ഒരുപാട് പേര് പ്രായമുള്ളവർ എന്നെ വിളിച്ചു. അവരുടെ കഴിവിൻ്റെ 1000, 500, 100, 200 ഒക്കെ അയച്ചിട്ടുണ്ട്. വലിയ ലിസ്റ്റാണ്. ചിലർക്ക് ഈ ലിസ്റ്റ് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും, ലിസ്റ്റ് കാണിക്കാൻ നിർവാഹമല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, പലരും സാറേ പേര് പബ്ലിഷ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേര് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് മുഴുവനായിട്ട് നിർവാഹമില്ല. എന്തായാലും നിങ്ങൾ അയക്കുന്ന ഓരോ പണം, ഇതുവരെ അതിൽ നിന്ന് 1 രൂപ പോലും തൊട്ടിട്ടില്ല, അതവിടെയുണ്ട്. ഓരോ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആയിട്ടില്ല. കാരണം ഈ വരുന്ന ആളുകളുടെ എൻക്വയറിക്കൊക്കെ ഞാൻ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, എൻ്റെ ഒരു കയ്യേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊക്കെ മറുപടി കൊടുക്കണം. നമുക്ക് ഷെയർ ചെയ്യാൻ ഇപ്പം തൽക്കാലം സാധ്യമല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അയച്ച റെസിപ്റ്റ് എനിക്ക് മെയിലിൽ വന്ന് 100 കണക്കിന് മെയിൽ വന്ന് കിടക്കുകയാണ്. ആരോടും നന്ദി പറയാൻ പറ്റിയിട്ടില്ല.
അതിനുവേണ്ടി ഒരു ആളെ നമ്മൾ വരുത്തുന്നു. ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനും അതിനെ രേഖപ്പെടുത്തി വെക്കാനും വേണ്ടി ഒരാളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ അത് നടക്കും. ധാരാളം ഭാഗത്തുനിന്ന് മറ്റ് ഇൻപുട്ടുകൾ, ക്യാമറമാന്മാർ, അതുപോലെ മറ്റ് സംഗീത സംവിധായകർ ഒക്കെ തന്നെയും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു രൂപ പോലും വാങ്ങാതെ ഞങ്ങൾ വന്ന് വർക്ക് ചെയ്തു കൊള്ളാം. ഇന്നും മദ്രാസിൽ നിന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഗ്രാഫിക്സ് ചെയ്യാമെന്ന് കുറേ ആളുകൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊക്കെ ഇൻപുട്ട് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇതിലേക്ക് ഒരു ലിസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. എത്ര പേര് നമ്മളോട് സഹകരിക്കുന്നുള്ള ലിസ്റ്റുകളും മറ്റും നമ്മൾ ഇടാം. മറ്റൊന്ന് വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലൈവ് വരുമ്പം ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ, കാരണം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് ചെവിയും കൊണ്ട് വരുന്ന കുറേ സഖാക്കന്മാരും നമ്മുടെ ശത്രുക്കളും ഉണ്ട്. അവർക്ക് പ്രത്യേക നമസ്കാരം. കാരണം അവർക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഇത് നടക്കുമോ, നടക്കില്ലേ? നടക്കും. ഇത് നടന്നിരിക്കും. അലി അക്ബറാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഈ സംഗതി നടന്നിരിക്കും. അതും ഗംഭീരമായിട്ട് നടന്നിരിക്കും. യാതൊരു സംശയം ആർക്കും വേണ്ട. അതിനുവേണ്ടി ഇവിടെ വന്ന് കിടന്ന് വെറുതെ വിഷമിക്കണ്ട. കാരണം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് വേണം അവിടെ പോയി ഇവിടെ പോയി പോസ്റ്റ് ചെയ്യാൻ. ചിലർ പറഞ്ഞു കേട്ടു, ഞങ്ങളൊക്കെ വിചാരിച്ച 2 ദിവസം കൊണ്ട് കോടികൾ കിട്ടും എന്നൊക്കെ. നമുക്ക് അങ്ങനെ കിട്ടില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു സമൂഹമാണ്. നമ്മൾ ഈ സ്വർണം പ്രസവിക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഈ സ്വർണ്ണ കുട്ടികളെ, സോന കുട്ടികളെ പ്രസവിക്കുന്ന ആരും നമ്മുടെ കൂടെ ഇല്ല. സാധാരണക്കാരാണ് നമ്മൾ. അന്നന്ന് പോയി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതമാണ് ഇതിലേക്ക് അയക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇമ്മീഡിയറ്റ് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടൊന്നും നമ്മളെ ഈ ഫണ്ട് വരില്ല എന്ന് എനിക്കറിയാം. തുടങ്ങുമ്പോഴേ അറിയാം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അത് വന്നുകൊണ്ടിരിക്കും. യാതൊരു കുറവുണ്ടാവില്ല. വരാനിരിക്കുന്ന എപ്പോഴും നമ്മൾ ആദ്യം ചെറിയ പടക്കങ്ങളെ പൊട്ടിക്കുള്ളൂ. വലിയ പടക്കങ്ങളൊക്കെ അവസാനം വന്നാൽ പൊട്ടുക, അല്ലേ? ഉത്സവത്തിന് എങ്ങനെയാണല്ലോ, അവസാനം വന്നാൽ വലിയ പടക്കങ്ങളൊക്കെ പൊട്ടുക. വലിയ പടക്കങ്ങളൊക്കെ പൊട്ടാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് പൊട്ടുമ്പം കണ്ണ് മഞ്ഞൊളിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ മുന്നോട്ട് വെച്ച കാലിന് യാതൊരു തടസ്സവും ഇതുവരെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ രജിസ്ട്രേഷനുണ്ട്. സിനിമയുടെ രജിസ്ട്രേഷൻ, ടൈറ്റിൽ രജിസ്ട്രേഷൻ, ഇങ്ങനെ കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട്. ഒപ്പം തന്നെ ഇതിനൊരു സബ്ജക്റ്റ് കമ്മിറ്റി ഉണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ മീറ്റിംഗ് അടുത്ത 10 ദിവസം നടക്കും. അവരുമായിട്ടുള്ള മീറ്റിംഗ് 10 ദിവസം നടന്നു കഴിഞ്ഞാൽ ചരിത്രപരമായ വിഷയങ്ങളെ കോർത്തിണക്കി പിന്നീട് നമ്മൾ അത് സിനിമയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളത് കലാകാരന്മാർ കൂടിയിരിക്കും. ഒത്തിരി കലാകാരന്മാർ കൂടിയിരിക്കും. ഒരു സ്ക്രിപ്റ്റ് കമ്മിറ്റി ഉണ്ടാകും. ആ സ്ക്രിപ്റ്റ് കമ്മിറ്റി ആയിരിക്കും ഇത് ഫോം ചെയ്തെടുക്കുക. സ്ക്രിപ്റ്റിന് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹകരിക്കാമെന്ന്. പേരിപ്പോൾ വിടുന്നില്ല. വലിയ ആൾക്കാർ, നിങ്ങളൊക്കെ കണ്ട സൂപ്പർ ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൊക്കെ ഇതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് വിഷമമില്ല. അതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടുന്ന പോലെ നടക്കും. മറ്റൊന്ന്, ഇന്നത്തെ ഒരു ദിവസത്തെ വിഷയം. കാരണം നമുക്ക് അഭിമന്യു മരിച്ചിട്ട് 2 കൊല്ലം. ആ അഭിമന്യു മരിച്ച 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒരു സഖാവിട്ട പോസ്റ്റിന്റെ അടിയിൽ ആ സഖാവിനെതിരെ എത്രമാത്രം തെറികളും വന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെ തന്നെയാണ്. കാരണം ആ സഖാവ് ഒരു സത്യം പറഞ്ഞു. സഖാവ് സത്യം പറഞ്ഞപ്പോൾ ആ സഖാവിന്റെ മൂക്ക് ചെത്തും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇന്ന് വേണമെങ്കിൽ ആ സഖാവിന്റെ പോസ്റ്റിന്റെ അടിയിലെ ആളുകളുടെ പേരെടുത്താൽ ഇവിടെ തീവ്രവാദ ലൈനുകളുള്ള എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം അഭിമന്യുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം. അഭിമന്യു എന്തിനാണ് കൊല്ലപ്പെട്ടത്? അഭിമന്യു എന്താണ് കൊല്ലപ്പെടുന്നതിന് മുന്നേ പറഞ്ഞത്? അഭിമന്യു എന്താണ് പറഞ്ഞത്?
ഹിന്ദു ഭീകരവാദം അല്ലെങ്കിൽ ഹിന്ദു വർഗീയത എന്നും പറഞ്ഞ് ചിലര് ഈ കുത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് അഭിമന്യുവിന് മനസ്സിലായി. ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന് വ്യക്തമായ ആളാണ് അഭിമന്യു. പാർട്ടിക്കകത്തുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നും കൂടി ആലോചിക്കണം. അങ്ങനെയുള്ള ആ അഭിമന്യു ഒരു വാക്ക് പറഞ്ഞ് ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കുന്നത് ആര് എന്നുള്ള ബോധ്യം ഒരു ഹിന്ദുവായ അഭിമന്യുവിന് വന്നപ്പോഴാണ് അഭിമന്യു അത് കുറിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യു കൊല ചെയ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ദിവസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഹൈന്ദവ ശബ്ദത്തിന് വേണ്ടി ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നടപടി. നാളെ എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു, എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ പല ഫേസ്ബുക്ക് പോസ്റ്റിലും അവനെ ഇല്ലാതാക്കണം, അവൻ RSSന്റെ വാലാട്ടിയാണ്, അവൻ സംഘപരിവാറിന്റെ വാലാട്ടിയാണ്, അവനെ ഇല്ലാതാക്കണം എന്നുള്ള ധ്വനികളും ഫോൺ കോളുകളും ഒക്കെ എനിക്ക് വന്നു. പതിവ് പരിപാടി പോലെ ഇതൊക്കെ ഞാൻ നമ്മളെ ഇവിടുത്തെ കോഴിക്കോട് ബഹുമാനപ്പെട്ട കോഴിക്കോട് മറ്റേ പോലീസ് മേധാവിയെ അറിയിച്ചിട്ടുണ്ട് എന്നെ വധിക്കാനുള്ള ശ്രമമുണ്ടെന്നുള്ളത്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്, നടപടിയൊന്നും കാണില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുപോലെ തന്നെ ഇത് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യം വെച്ചിട്ട് വിവിധ കോണിൽ നിന്നും ഇഷ്ടംപോലെ പ്രചരണങ്ങളുമുണ്ട്. അതും അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുമുണ്ട്. ലക്ഷ്യത്തിന് വേണ്ടി മാർഗം മോശമാക്കില്ല. നമുക്കൊരു തീരുമാനമുണ്ട്, മാർഗവും ലക്ഷ്യവും ശുദ്ധമായിരിക്കണം. മാർഗവും ലക്ഷ്യവും ശുദ്ധമായിരിക്കണം. അപ്പൊ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മോശമായ മാർഗം ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന് ഇഷ്ടം പോലെ കോടികൾ വേറെ വന്നേനെ, ഞാനത് സ്വീകരിക്കില്ല. നേരായ മാർഗത്തിലൂടെ അഭിമാന ബോധമുള്ള ദേശീയ ബോധമുള്ള മനുഷ്യരാണ് ഇതിലേക്ക് ഇൻപുട്ട് തരുന്നത്. കുറെ ഗുണമുണ്ടാകുന്നുണ്ട്. നമുക്കെതിരെ ഇങ്ങനെ എനിക്കെതിരെ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഫേസ്ബുക്കിലേക്ക് വരികയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരുപാട് സഖാക്കന്മാര്, ഈ നേരത്തെ പറഞ്ഞല്ലോ കുറേയൊക്കെ പുറത്ത് നീ എന്ത് ചെങ്കോടി പിടിച്ചാലും അകത്ത് ചില വിചാരങ്ങളുള്ളവരാണ് മനുഷ്യർ. അവൻ പിറന്നു വീണ കുലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ബോധമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇവിടെ. നേതാക്കന്മാരുണ്ടായിരിക്കില്ല, പക്ഷേ അണികളുണ്ട്. അണികളിൽ എത്രയോ പേര് നമുക്ക് പണം അയക്കുന്നുണ്ട്. അവർക്കും ലാൽ സലാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഇൻപുട്ടുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ സംഭവ വികാസങ്ങൾ, ചരിത്രം എഴുതിയ ചരിത്രമല്ല, അനുഭവിച്ച ചരിത്രം വേറെയുണ്ട്. 1921 ഹിന്ദു അനുഭവിച്ച വേദനകൾ ഓരോന്നായി ഇപ്പോൾ ഓരോ കുടുംബം വിളിച്ചു പറയുന്നു. ഒരു കുട്ടി അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തത് എഴുതി വാട്സാപ്പിൽ സ്വന്തം വോയിസിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത്ഭുതപ്പെടും. അങ്ങനെ വിവിധ കോണുകളിൽ നിന്ന് ഞാൻ ദുരന്തം അനുഭവിച്ച കുടുംബത്തിലെ അംഗമാണ് സാർ, അതുകൊണ്ട് എനിക്ക് വേദനയുണ്ട്, ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടാവും, സാറിന്റെ മുന്നിലും പിന്നിലും ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അത് മാറ്റമാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ചർച്ചയാവില്ലായിരുന്നു, ഈ വിഷയം ചർച്ചയാവില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, വാട്സപ്പിൽ മുഴുവൻ മാധവൻ നായരുടെ പുസ്തകത്തിന്റെ ഡിജിറ്റൽ കോപ്പി ഇങ്ങനെ പറന്നു നടക്കുന്നു. കേരളം ഒട്ടാകെ ചെറുപ്പക്കാരത് വായിക്കുന്നു. ഇവരൊക്കെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. ശങ്കുട്ടിദാസ് സംസാരിക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുന്നു, ഇല്ലേ? എല്ലാം പുറത്തു വന്നു. അപ്പൊ ഇതൊരു നിയോഗമാണ്.
ഈ വെള്ളപൂശല് അല്ല ശരിയെന്നും ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ മറ്റൊന്നാണെന്നും ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കാര്യമല്ല. അപ്പൊ അലി അക്ബറിന്റെ ലക്ഷ്യത്തിലെ ആദ്യത്തെ ലക്ഷ്യം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് ഈ ലോകം മുഴുവനും, കേരളം എന്ന് പറയാൻ പറ്റില്ല, കൊച്ചു കുട്ടികളടക്കം ചർച്ച ചെയ്തു ഇന്ന്. അവിടെയാണ് പ്രത്യേകത. എന്താണ് ഈ ഖിലാഫത്ത്, എന്താണ് 1921, അവിടെ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചർച്ച ചെയ്തു. മൂടി വെച്ച കാര്യങ്ങൾ ഈ കുടത്തിൽ ഭൂതത്തിന് തുറന്നു വിട്ട മാതിരി ഭൂതം പുറത്തു ചാടി. ഞാൻ 3-4 ദിവസം മുമ്പ് ജന ടി വിയിൽ പറഞ്ഞു, അന്ന് കൊടിയ വേദന അനുഭവിച്ച് മരിച്ചു പോയവർക്ക് ശേഷക്രിയ ചെയ്തിട്ടില്ല. കർക്കടകവാവ് വരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞവർക്ക് ശേഷക്രിയ ചെയ്യാൻ കുടുംബത്തിൽ ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. ഹൈന്ദവർ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇപ്രാവശ്യത്തെ കർക്കിടകവാവ് ആചരിക്കാൻ. ഓരോ കുടുംബത്തിലും ആ ആത്മാക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴേ ആ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുള്ളൂ. എത്രയോ പേരുണ്ട് നമ്മൾ കണക്കെടുക്കാൻ പറ്റാത്ത, കണക്കില്ലല്ലോ. അന്ന് കൊല ചെയ്യപ്പെട്ടവർക്ക് കണക്കില്ല. പെൻഷൻ കിട്ടിയവരുടെ കണക്ക് വേണമെങ്കിൽ കിട്ടും നിങ്ങൾക്ക്. കൊല ചെയ്തവരുടെ കണക്ക് വേണമെങ്കിൽ എളുപ്പമാണ്. ആർക്കൊക്കെ പെൻഷൻ കിട്ടി എന്ന് സർക്കാരിനോട് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചാൽ 1921 ആർക്കൊക്കെ പെൻഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ കൊലയാളികളുടെ എണ്ണം നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, സത്യമാണ്. 1921 കൊല്ലപ്പെട്ടവരുടെ കണക്കറിയില്ല, മതം മാറ്റപ്പെട്ടവരുടെ കണക്കറിയില്ല. ഒരു വശത്ത് 2500 എന്ന് പറയുമ്പോൾ ചില സാംസ്കാരിക നായകന്മാർ പറഞ്ഞു 250 ഉള്ളൂ. പക്ഷെ അന്ന് ഈ തിരിച്ച് മതം മാറ്റാൻ കൊണ്ടുവന്ന മറ്റേ ഹാളിന്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന ആളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. അന്ന് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആര്യ സമാജത്തിന്റെ ഫോട്ടോസ് ഇന്നുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കറങ്ങി നടക്കുന്നു. അതിന്റെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. എത്ര കുടുംബങ്ങൾ അന്ന് മതം മാറ്റപ്പെട്ടിരുന്നു, എത്ര കുടുംബങ്ങൾ. അതിൽ 2000 ചില്ലുവാനും കുടുംബങ്ങളെ മതം മാറ്റി എന്നുള്ള രേഖയുണ്ട്. ഫോട്ടോ എന്നെ കിട്ടും. രേഖകൾ പലതും കാണാനില്ല. നിങ്ങൾ ബ്രിട്ടീഷ് രേഖകൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടുന്ന് അന്നെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അയക്കുന്നു എന്നുള്ള ഡയറി കുറിപ്പ് കാണാം. പക്ഷെ ഈ ഫോട്ടോസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നമുക്ക് ഇവിടെ രേഖകൾ ഉണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ന് അനുഭവിച്ച ആളുകളുടെ അവസാനത്തെ കണ്ണിയും മരിച്ചു പോകുന്നത് വരെ ആരും ഒന്നും മിണ്ടിയില്ല. 1921 കലാപത്തിൽ വിഷമിച്ചവർ, ദുരിതമനുഭവിച്ചവർ, അവരുടെ അവസാന കണ്ണിയും മരിച്ചു പോകുന്നവരെ ആരും മിണ്ടാതിരിക്കുകയും ആ തലമുറ മുഴുവൻ മരിച്ചു പോയതിനു ശേഷം പുതിയ ചരിത്രം ഉണ്ടാക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? മനോഹരമായിട്ട് ചരിത്രം മാറ്റിയെഴുതുന്ന അവിടെ മുതലാ. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ ലഹളയിൽ അനുഭവിച്ചവരാരുമില്ല. അതുകൊണ്ട് ചരിത്രം മാറ്റി എഴുതി. ലഹള നടക്കുമ്പോൾ 12 വയസ്സുള്ള ഗോട്ടി കളിച്ച് നടക്കുന്ന EMS നമ്പൂതിരിപ്പാട് എഴുതിയ ചരിത്രമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ ഗാന്ധിജി മുസ്ലിം അല്ലല്ലോ, ഗാന്ധിജി ഹിന്ദു അല്ലേ, ഗുജറാത്തി അല്ലേ, അയാൾ പറയുന്നതാണോ ശരി എന്ന് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഫൈസി പറഞ്ഞു. ഇന്നലെ കേട്ടല്ലോ നിങ്ങളൊക്കെ. ഗാന്ധിജി ഹിന്ദു അല്ലേ, മാധവൻ നായർ ഹിന്ദു അല്ലേ? ചോദിക്കുന്ന ചോദ്യമാണ്, ആലോചിച്ചു നോക്കൂ. അംബേദ്കറും ഹിന്ദു. പിന്നെ മതം വിട്ട് കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ട്. എന്തായാലും ശരി. അപ്പൊ എങ്ങനെയായാലും ചരിത്രത്തെ മാറ്റി എഴുതിയത് ആധുനിക കാലത്താണെന്ന് എല്ലാവർക്കും അറിയാം. ആധുനിക കാലത്ത്
ഇതിനെ മാറ്റി പിന്നെ ഇംഗ്ലീഷ് അറിയാത്ത ആചാര്യരുടെ ഇംഗ്ലീഷ് കത്ത് വരെ പുറത്തേക്ക് വന്നു. ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാന്ന് പറഞ്ഞ് വന്നു. അതും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. വാര്യൻ കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഉണ്ടാക്കിയ കഥകൾ എത്രയുണ്ട്? ഓരോ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക സമുദായങ്ങളും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആധുനിക കാലത്ത് നടത്തിയ മാനിപ്പുലേഷൻ ആണെന്ന് ഇപ്പം ഇന്നലെ ആരോ പറയുന്നത് കേട്ടു. നാളെ കഴിഞ്ഞ മറ്റേ എന്താണ് വാട്സാപ്പ് ലഹളക്കാലത്ത് വാട്സപ്പ് ഹർത്താലിന് ബേക്കറി ലഹള നടത്തിയവർ നാളെ രാജാക്കന്മാരായിട്ട് വാഴ്ത്തപ്പെടും എന്ന് പറഞ്ഞു. സത്യമാണത്. കൊള്ളയും കൊലയും നടത്തിയവർ നാളെ ഇവര് എന്താക്കും? സ്വാതന്ത്ര്യ സമര സേനാനിയാക്കും. നാളെ മിക്കവാറും വരാൻ പോകുന്ന അങ്ങനെയാ. ഈ കഴിഞ്ഞ വാട്സപ്പ് ഹർത്താലിന് ഇതൊക്കെ നടത്തിയ ആൾക്കാർ നാളെ വാഴിക്കും. അപ്പോൾ ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇത്രയും ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണം അത്രമാത്രമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഫണ്ട് ശേഖരണത്തിന് ഞാനിട്ട് വീഡിയോക്കൊക്കെ ലൈക്ക് ഒരുപാടുണ്ട്. എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ടതിന്? എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ടത്? നിങ്ങളെ ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ മാറ്റർ? ആ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ഇല്ല, നിങ്ങൾ ഇപ്പം ഞാനിത് ദിവസവും വന്ന് ഞാൻ തന്നെ പറയണമെന്നില്ല. നിങ്ങളും നാവായിട്ട് മാറണം. നിങ്ങൾ പറയണം. നിങ്ങൾ ഓരോരുത്തരും പറയണം. അപ്പോഴേ ഇത് ശക്തമായിട്ട് വരുള്ളൂ. എല്ലാവർക്കും കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ എല്ലാവരും. അപ്പൊ നിങ്ങൾ എൻ്റെ നാവായിട്ട് നിങ്ങൾ മാറുമ്പോൾ മാത്രമേ ഇത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂ. നിങ്ങൾ എൻ്റെ നാവായിട്ട് മാറണം. എത്ര ദിവസം ഞാൻ തന്നെ പറയും, അത് സാറ് പറഞ്ഞോളും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താ പറയുന്നത്, ആ ധാരണ ആദ്യം മാറ്റി വെക്കുക. നിങ്ങളിതിൻ്റെ എക്സിക്യൂഷൻ മുഴുവൻ നടക്കണം. നിങ്ങൾ നടത്തേണ്ട ആൾക്കാരാണ്. നിങ്ങളതൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പണമില്ലാത്തവരുണ്ട്, തൽക്കാലം അയക്കാൻ പറ്റില്ല സാറേ എന്നൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ പ്രചാരണത്തിനും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും നിങ്ങൾ തന്നെ മുന്നോട്ട് നിൽക്കണം. ഞാൻ പരസ്യമായിട്ടാണ് പറയുന്നത്. ഒരു രഹസ്യമില്ല എനിക്ക്. ശത്രുക്കളൊക്കെ കേട്ടോട്ടെ, ശത്രുക്കളൊക്കെ അറിഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് അങ്ങ് മുഖത്ത് നോക്കി പറയുക. എനിക്ക് അതേ ഉള്ളൂ. അത് ഞാൻ പൊതുവേദിയിലാണെങ്കിലും പറയും, ഏത് അമ്പലത്തിലാണെങ്കിലും പറയും, എവിടെയാണെങ്കിലും ഞാൻ പറയാനുള്ളത് ഉറക്കെ പറയും. അതാണ് എൻ്റെ ശീലം. ഞാൻ നിങ്ങൾ എത്ര ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് വലയത്തിൽ എത്ര എണ്ണമുണ്ടെന്നും എത്ര പേര് എനിക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടെന്നും അതിൽ എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ എണ്ണുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഞാനത് നോക്കും. മറന്നു പോകുന്നതാണ്. ലൈക്ക് ചെയ്തിട്ട് അങ്ങ് പോകും, കണ്ടിട്ട് പോകും, പിന്നെ മറന്നു പോകും. അങ്ങനെ ലൈക്കല്ല വേണ്ടത്, ഷെയറാണ് വേണ്ടത്. അഭിമാനം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി പറഞ്ഞില്ലേ, അഭിമാനം ആഭരണത്തെക്കാളും വലുതാണ് അഭിമാനം എന്ന് പറഞ്ഞില്ലേ സഹോദരി? ആ ബോധമാണ് വേണ്ടത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കാര്യം സാധിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കഴുകി കൊടുക്കാൻ വേണ്ടി പോകണ്ട. അതങ്ങ് പൊക്കോട്ടെ. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ വഴിക്ക് നേരെ പോവുക. നേരെ പോകുമ്പം കൂടുതൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും. നമ്മൾ പറയാറുണ്ടല്ലോ, പട്ടികൾ ഒരു കൂട്ടുകൊണ്ടേയിരിക്കും, പക്ഷേ ജാഥ മുന്നോട്ട് പോകും. ജാഥ മുന്നോട്ട് പോകണം. പേടിയൊന്നുമില്ല, എനിക്ക് യാതൊരു ഭയവും ഇല്ല. ഇത് കൃത്യമായിട്ട് നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചും കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, എന്നെ ശ്രമിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഞാൻ മറ്റ് ഒരു കാര്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഒരു സംഘടന ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ സൗഹൃദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുവരെ ഈ 38 ലക്ഷവും സൗഹൃദത്തിൽ നിന്ന് കിട്ടിയെന്നാണ്. അതിലെല്ലാവരും ഉണ്ടാവാം. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടിയതാണ്. എൻ്റെ മുന്നിൽ ഞാനൊന്നും വെച്ചിട്ടില്ല, ഒരു ഓഫറും വെച്ചിട്ടില്ല. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നു. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളും കൂടി അതിൻ്റെ ഭാഗമാകുകയാണെങ്കിലോ,
കേൾക്കുന്നവരൊക്കെ, അഭിമാനികളൊക്കെ, ദേശാഭിമാനികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം. ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സമൂഹം വെള്ള പൂശാൻ ശ്രമിച്ചാൽ, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചുവിടണം. അല്ലാതെ അവിടെ മൂലയ്ക്ക് ഇരുന്നിട്ട് 4 പോസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഏത് ഭാഷയിലാണോ ഇങ്ങോട്ട് വരുന്നത് അതേ ഭാഷയിൽ തന്നെ തിരിച്ചു കൊടുക്കണം. ഞാൻ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ അതാണ് പഠിച്ചിട്ടുള്ളത്. തളർന്നിരിക്കുമ്പോൾ കൃഷ്ണൻ എന്താ അർജുനോട് പറഞ്ഞത്? എഴുന്നേക്കടാന്ന് പറഞ്ഞത്. നീ ചെയ്യാനുള്ള കർമ്മം ചെയ്യും. ആ കർമ്മം ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എവിടെയാണോ അർജുനൻ പതറിയത്, ആ അർജുനൻ പതറിയ അവസ്ഥയിലാണ് ഇന്ന് ഇവിടെ ഈ സമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം. യാതൊരു സംശയവുമില്ല. കയ്യിലുള്ള വാള് താഴെ വെച്ചിട്ട്, ഇല്ല, എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ ബന്ധുജനങ്ങളാണ്, എൻ്റെ മിത്രങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, അവരെല്ലാം കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ പിച്ചയെടുത്ത് ജീവിച്ചു കൊള്ളാമെന്ന് ആരാണ് പറഞ്ഞത്? അർജുനൻ പറഞ്ഞു, ഇല്ലേ? അപ്പോഴെന്താ കൃഷ്ണൻ പറഞ്ഞത്? അർജുന, നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയ ഗുണം ചെയ്യണം, അല്ലേ? രാജാവിനൊരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തെ ഇല്ലാതാക്കണം, ധർമ്മം നടക്കണം, ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നല്ലേ പറഞ്ഞത്? തളർന്നിരുന്ന ആ അർജുനന്റെ അവസ്ഥയാണ് ഇന്ന് പലർക്കും. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നമ്മളെന്തിനാണ് ഇത് അനങ്ങുന്നത്? നമ്മൾ അനങ്ങിയിട്ട് എന്താ ചെയ്യാനുള്ളത്? ഇതൊന്നും നമ്മൾ യുദ്ധത്തിനൊന്നും ഇല്ലേ, അവരെന്താന്ന് വെച്ചാൽ നേടിക്കോട്ടെ. ഈ ഭാവമാണ് നമ്മുടെ ചരിത്രം, നമ്മുടെ ദേശീയതയെ ഇല്ലാതാക്കിയത്. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഈ ശത്രുക്കൾക്ക് നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ മസ്തിഷ്കത്തിനകത്തും എല്ലായിടത്തും ഇടം കൊടുത്തിട്ട് നമ്മളെ ഇല്ലാതാക്കി, ദേശബോധത്തെ ഇല്ലാതാക്കി. ചൈനക്കാരൻ എന്ത് ചെയ്താലും ചൈനയ്ക്ക് ജയ് വിളിക്കുന്ന തെണ്ടികളാക്കി മാറ്റി ഭാരതീയരെ, ഇല്ലേ? ഇനിയെങ്കിലും ഉണരണ്ടേ? ഇപ്പൊ പറഞ്ഞ 4 ആപ്പ് നിരോധിച്ചപ്പോ ഹായ് ഹായ് ഹായ്, അത് മതിയോ? ഒന്നും പോരാ. ഈ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചിരിയിടുന്നുണ്ട് രതീഷ്. ചിരിക്കണം. സാബു ചിരിക്കണം. കണ്ടോ? ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ വാ തുറന്ന് ചൈനക്കാരന്റെ ആ വാ തുറന്ന് ചിരിക്കുന്നവരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അമ്മയെ ഒറ്റിക്കൊടുത്താലും അവർ ചിരിച്ചുകൊണ്ടിരിക്കും, പെങ്ങളെ വിറ്റാലും അവർ ചിരിച്ചുകൊണ്ടിരിക്കും, പെങ്ങളെ പിടിച്ചുകൊണ്ടുപോയാലും അവർ ചിരിച്ചുകൊണ്ടിരിക്കും. അഭിമാനബോധമില്ലാത്ത കുറെ വർഗമുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതിലിടുന്ന ചിരിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അവർക്കൊരു പ്രശ്നമില്ല. എല്ലാം നശിച്ചാലും ചൈനക്കാരൻ ജയിച്ചു കണ്ടാൽ മതി. അതല്ലെങ്കിൽ ഈ പറയുന്ന വിഷം, വർഗീയ വിഷം അവർ ജയിച്ചു കണ്ടാൽ മതി. സ്വന്തം അസ്ഥിമാടം തോണ്ടിയാലും ഒരു പ്രശ്നമില്ല, അതിലേക്ക് കടന്നു കൊടുക്കും. ഞാൻ ചത്തേ, നിങ്ങൾ മണ്ണിട്ടോ എന്ന് പറയുന്ന അവസ്ഥ. എന്നിട്ട് നമ്മൾ സത്യം പറയുമ്പോൾ അവിടെ വന്നിട്ട് വാ പൊളിക്കുന്ന ചിരി അങ്ങിടുക. ഇവരൊക്കെ അമ്മ പെറ്റതാണോ? അഭിമാനികളാണ്. സാധാരണ ഈ പൊക്കിൾ കൊടിയിലൂടെ ഒരു സന്തതിക്ക് കൊടുക്കുന്ന സംഗതിയുണ്ട്, സംസ്കാരം. അത് നേരാവണ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണേ. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നല്ല യോനിയിൽ ജനിക്കണം. ചിലര് പാപ യോനിയിൽ ജനിച്ചും. ഞാൻ പറഞ്ഞത് ചെറിയായിട്ടെങ്കിൽ ഇത് ഭാഷ, ഗീതയുടെ ഭാഷയാണ്. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് ചിലർ പാപയോനികളിൽ ജനിക്കും. അപ്പൊ നല്ല യോനിയിൽ ജനിക്കാൻ യോഗം വേണം. ആ യോഗം കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. അവര് ഗർഭപാത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ ഗർഭപാത്രത്തെ മുറുകെ പിടിക്കും. വന്ദേ മാതരം എന്ന് പറയും. വന്ദേ മാതരം എന്ന് വിളിച്ചു പറഞ്ഞിട്ട് സമരം ചെയ്തവരാരാണോ അവരാണ് സമരക്കാര്. മറ്റതോ എന്താ പറഞ്ഞത്? ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. അതാണോ ദേശീയത? ആണോ? എനിക്ക് തോന്നുന്നില്ല. ചിലത് പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയുക, ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ പറയുമ്പം വിരളി പിടിക്കുന്ന ആൾക്കാരുണ്ടാകും.
നമുക്ക് മൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഇത്രയും പോരെ? ചിരിക്കാരൊക്കെ പോയി, ഇന്ന് ആലോചിച്ച് നോക്കൂ. പറയേണ്ട പോലോ, കേൾക്കേണ്ട ഇവിടെ ചിരിപ്പോ വരുന്നില്ല, വാ തുറക്കുന്നില്ല ആരുടെയും. എന്തൊരു മനുഷ്യ കുലമാണെന്ന് നിൽക്കുക. അവനവന്റെ ധർമ്മത്തിൽ അഭിമാനമില്ലാത്തവൻ പിന്നെ എന്ത് മനുഷ്യരാണ്? എന്തിനാണ് ഈ പേരും വെച്ച് നടക്കുന്നത്? എന്തിനാണ് ഈ പേരും വെച്ച് നടക്കുന്നത്? രണ്ടുപേരോടും ഞാൻ പറയും, ഇന്ന് കുറച്ച് കൂടുതൽ അല്ലേ? ഇത്ര പോരെ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ധർമ്മം ചെയ്യിക്കണം. ധർമ്മം ചെയ്യിക്കണമെങ്കിൽ അവനവന്റെ ധർമ്മം ചെയ്യണം. മമധർമ്മ. ഗീതയിൽ ആദ്യത്തെ അവസാനത്തെ വാക്കെടുത്ത് നോക്കൂ, അപ്പൊ കിട്ടും മമധർമ്മ. അവനവൻ ചെയ്യേണ്ടുന്ന ധർമ്മം. എൻ്റെ ധർമ്മം എന്താണോ ആ ധർമ്മമാണ് ധർമ്മം. ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുക, ധർമ്മത്തെ പോഷിപ്പിക്കുക. ധർമ്മം എന്ന് പറയുമ്പോൾ ഹിന്ദുവിൻ്റെ ധർമ്മമല്ല കേട്ടോ, സകലർക്കുമുള്ള ധർമ്മമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വരൂ, എൻ്റെ മടിയിലിരുന്നോളൂ, എൻ്റെ തണലിരുന്നോളൂ, എൻ്റെ മുലപ്പാൽ കുടിച്ചോളൂ എന്ന് പറയുന്ന ഭാരതാംബയുടെ ആ മഹാവൃക്ഷത്തിൻ്റെ തണലാണ് എല്ലാവരും ഉള്ളത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും എല്ലാം ആ മരത്തിൻ്റെ ചുവട്ടിലാണ്. ചിലർ ആ മരത്തിൻ്റെ വേര് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എതിർക്കും. ആ മരം ഇവിടെ ഉണ്ടാവണം, എല്ലാവർക്കും തണലേക്കിക്കൊണ്ടുണ്ടാവണം. ഭാരതത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിൽ വേറെ രാജ്യം ഉണ്ടാക്കാൻ ആര് വന്നാലും ചോദ്യം ചെയ്യണം. അല്ലാതെ ചൈനയ്ക്ക് സ്തുതി പാടുന്നവരായിട്ടും പാകിസ്ഥാന് സ്തുതി പാടുന്നവരായിട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് രാജ്യമാണ്? രാജ്യത്തോട് സ്നേഹമില്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്, യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, രാജ്യത്തോട് സ്നേഹമില്ലാതാക്കും. കമ്മ്യൂണിസത്തെയും ഈ പറയുന്ന സുഡാഫിസത്തെയും നമുക്ക് കൂട്ടിക്കെട്ടേണ്ട, വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് ഒരു മന്ത്രി കുടുങ്ങിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, നല്ല മുട്ടൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവർ നന്നാവും. മനസ്സിലാക്കുമോ? സംശയം. ഏതായാലും ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ഉഷാറാവുക, എല്ലാവരും നമ്മുടെ പ്രയത്നത്തിലേക്ക് മുഴുവനായിട്ടും നിങ്ങളൊക്കെ നാവായിട്ട് മാറുക. എല്ലാവരും ഇപ്പം നാളെ നോക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകുന്നത് എങ്ങനെയെന്ന് കാണണം. എനിക്കിങ്ങനെ പറയാനറിയുള്ളൂ, വേറെ മറച്ച് വെച്ച് തിരിച്ച് വെച്ച് പറയാനൊന്നും അറിയില്ല. നേരെ വാ, നേരെ പോ. പിന്നെ പലർക്കും സംശയമുണ്ട്, നമ്മുടെ ഇതൊക്കെ അലി അക്ബർ രക്ഷപ്പെടുകയാണല്ലോ, അലി അക്ബറിൻ്റെ ബാങ്കിലേക്ക് ഇത്രയും ലക്ഷങ്ങൾ വന്നല്ലോ, അയാൾ ഇനി പിടിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് സഖാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, സഖാക്കളെ, നിങ്ങളുടെ സ്വഭാവമല്ല ഞങ്ങളുടേത്. നിങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഈ ബക്കറ്റ് നിന്നാണെങ്കിലും ശരി, ഈ ദാരിദ്ര്യം പിടിച്ച ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് നിന്നാണെങ്കിൽ ശരി, വിധവാ പെൻഷൻ എന്നാണെങ്കിൽ ശരി, എന്തെന്നാണെങ്കിലും കൈയിട്ട് വരുന്ന ആ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അഭിമാനികളാണ്. മരിച്ചവരുടെ പെൻഷൻ വാങ്ങി നക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊക്കെ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ സ്ഥാപിച്ചതാണ്. ഞങ്ങൾ ഇത്തരക്കാരാണ്, ഞങ്ങൾ ബ്രെഡ് കക്കുന്നവരാണ്, ഞങ്ങൾ കേക്ക് കക്കുന്നവരാണ് എന്നൊക്കെ സ്ഥാപിച്ച ആൾക്കാരാണ്. അവർക്ക് പിന്നെ സംശയം ഉണ്ടാവും, ആരുടെയും കയ്യിൽ കുറച്ചൊക്കെ പണം വന്നു കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ട് പോവോ. ഉറക്കമില്ലാണ്ടായിട്ട് കുറച്ച് ദിവസമായി. അലി അക്ബറിന്റെ കയ്യിൽ 38 ലക്ഷം രൂപ ഉണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക? അയാൾ ദിവസം ഒന്ന് അടിച്ചു മാറ്റുന്നുണ്ടോ, കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ബേജാറായിട്ട് ഉറക്കമില്ലാണ്ടായിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് വെറുതെ ഉറക്കഴിക്കണ്ട. എന്നെ ജീവനോട് വിടരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയമാണ് എന്നെ. എന്നാലോചിച്ച് നോക്കൂ.
സിനിമയല്ല ഭയക്കുന്നത്. ഇപ്പം ഞാൻ ഇതിന് പുറത്തിറങ്ങിയപ്പോൾ ഇത് നടക്കുന്ന കൃത്യമായിട്ട് ഇവിടെ ഇവർക്കൊക്കെ അറിയാം. ഞാനില്ലെങ്കിൽ നിങ്ങൾ നടത്തണം. എന്നെ കൊന്നു കഴിഞ്ഞാൽ നടത്താനുള്ള ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നടത്തണം. ആ കാശ് അവിടെ ഉണ്ടാവും. അതിൽ കുറച്ചും കൂടി വരും. ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 10 ഇരട്ടി വരും എന്നെ തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ശരി, ഈ ഭീഷണിക്കൊന്നും നമ്മൾ വഴങ്ങില്ല. പിന്നെ ഒരു ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വിളമ്പുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിളമ്പിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനെ പോകണം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടക്കണം. ധർമ്മം ജയിക്കണം, സത്യം ജയിക്കണം. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും പോകണം. നിങ്ങളെ കൂടെ ഉണ്ടാവുമല്ലോ. കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. ഒരുപാട് വരട്ടെ, അങ്ങനെ വരട്ടെ. വരട്ടെ 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 വരട്ടെ. ലൈക്കും ഹാർട്ടും ഒക്കെ വരട്ടെ, തമ്പും വരട്ടെ. സന്തോഷം. അപ്പം ഇപ്പം എത്ര ഉണ്ട് പേര് എൻ്റെ മുന്നിൽ? 1800 പേര്, 2000 മേലെ ആൾക്കാരുണ്ട്. പിന്നെ ഷെയർ ചെയ്തതെന്നൊക്കെ എത്രയാണെന്നൊക്കെ അറിയില്ല. അവസാനം ശ്രീധരൻ, ഇളമണ്ണ, എല്ലാവരോടും നദിൽ എൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ്. നദിൽ പ്രകാശൻ നമ്പ്യാർ, ജയൻ, നിതിൻ ലാൽ, ദിനേഷ്, KV, സുനാഥ്, അഖിൽ അച്ചി, രതീഷ്, ബിജീഷ്, അബ്ദുൽ മനാഫ്, അസ്സലാമലൈക്കും, ശ്രീധരൻ ഇളവണ്ണ, ജയൻ ഉള്ളിയാട്, AK ഇത് വായിക്കാൻ നിന്നാൽ ഒരുപാട് നേരം വൈകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി പറയുന്നു, പണമിട്ട എല്ലാ സഹോദരന്മാർക്കും നന്ദി. ഞാൻ ഒരു സഹോദരിയെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, അവർ തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നില്ലേ എന്നൊക്കെ ആരും കരുതരുത്. ഞാൻ തന്നത് കുറഞ്ഞതുകൊണ്ടാണോ എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാം. ഞാൻ ഇപ്പോൾ 2 ഉദാഹരണം പറഞ്ഞത്. ഒന്ന്, ആ സഹോദരി പറഞ്ഞ ആഭരണമല്ല അഭിമാനമാണ് പ്രശ്നം. മറ്റൊന്ന്, ഇന്നലെ എൻ്റെ വൃദ്ധം പറഞ്ഞത്, അതായത് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ കൃഷ്ണൻ നമ്പ്യാരാണെന്ന് തോന്നുന്നു, കണ്ണൂർ. എൻ്റെ ഈ ഫോണിലാണ് ആ പേര്, കൃഷ്ണൻ നമ്പ്യാരാണെന്ന് തോന്നുന്നു. ഒരു നമ്പ്യാരാണ് എന്തായാലും. അദ്ദേഹത്തിന് 1300 രൂപയാണ് പെൻഷൻ ഉള്ളത്. അതിൽ 1000 രൂപ അദ്ദേഹം അയക്കും. ഇത് നിങ്ങൾക്കുള്ള ഒരു ചലഞ്ചാണ്. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം എല്ലാവർക്കും. ഒരുപാട് പേര് ഒരു അപേക്ഷയുണ്ട് എനിക്ക്. അതേപോലെ ഇപ്പം തന്നെ ഞാനിതിൻ്റെ കൂടെ നിൽക്കാം, അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് കഴിഞ്ഞാലേ എത്ര കഥാപാത്രങ്ങൾ വരും, ആരൊക്കെ വരും എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഘട്ടങ്ങളിൽ. അപ്പം അത്തരം അഭിനയം കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ഈ ഒരു 6 മാസം കഴിഞ്ഞിട്ടേ പിന്നെ വാട്സപ്പിൽ അയക്കാവൂ. എൻ്റെ വാട്സപ്പ് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒരു വിരലേ ഉള്ളൂ, ഒരു കയ്യേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം മാറ്ററുകളൊക്കെ തൽക്കാലം നമ്മൾ വാട്സപ്പിൽ നിന്ന് മാറ്റിവെക്കുക, മെസ്സേജിൽ നിന്ന് മാറ്റിവെക്കുക. ഇപ്പോൾ ഒരു ഓരോ ഘട്ടത്തിലും ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കും. ഈ ഒരാൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കീഴിൽ കുറേ ആൾക്കാർ വരും. ഇത്തരം കാര്യങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർ ആ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ അത്തരം മെസ്സേജുകൾ കഴിയുന്നതും എനിക്ക് വാട്സപ്പ് കുറയ്ക്കണം. ഓവർലോഡാണ്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കണ്ടല്ലോ. കുറേ ദിവസമായിട്ട് ഒന്ന് ഡൈ ചെയ്തിട്ട് പോലുമില്ല കാര്യങ്ങൾ പറയാമല്ലോ. ഒന്നിനും നേരം കിട്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ, രാത്രി 1 മണി വരെയൊക്കെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഹായ് അടിച്ചാൽ മതി. ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കണം. ഞാനിതൊക്കെ എഴുതണം, ഞാനിതൊക്കെ തയ്യാറാക്കണം, ആൾക്കാരെ വിളിക്കണം, മറുപടി കൊടുക്കണം, ഓരോ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം. അപ്പോൾ ഓവർലോഡാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി നിർത്തുക. ഇപ്പം അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതല്ല. നമുക്കിപ്പോഴത്തെ ഫണ്ട്, നമ്മുടെ മാക്സിമം ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാവരും ഉണ്ടാകും. നല്ല ആർട്ടിസ്റ്റുകളുണ്ടാവും. മുന്നോട്ട് വെച്ച കാര്യം പുറകോട്ട് പോവില്ല, അല്ലെങ്കിൽ പതറില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഇറക്കമുണ്ട് ഇവിടെ നിന്ന്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാനൊരു ഇറക്കം ഒറ്റയ്ക്ക് ഓടും. ഞാൻ ഇന്ത്യ മുഴുവനോടും, എന്നിട്ടും മതിയായില്ലെങ്കിൽ ലോകം മുഴുവനോടും. അങ്ങനെ ഓടിക്കരുത്. ഞാൻ ക്ഷീണിച്ചു പോകും.
നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ബോലോ ഭാരത് മാതാ കി ജയ്.